വാർത്തകളിലേക്ക് വീണ്ടും വിവിധയിടങ്ങളിൽ വിദ്യാർത്ഥി സംഘടനയായ SFI നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണിത്. തിരുവനന്തപുരത്ത് ലോക് ഭവനിലേക്കാണ് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. അവിടെയും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും SFI പ്രവർത്തകർ തിരുവനന്തപുരം ലോക് ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ അക്രമാസക്തമാകുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗമൊക്കെ നടത്തിയിരിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളിലാണോ? അതെ, ഏതായാലും പോലീസുമായി വലിയ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ലോക് ഭവന് മുന്നിൽ നിലനിൽക്കുന്നത്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും നേതൃത്വം നൽകുന്ന പ്രതിഷേധ മാർച്ചാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനായിരുന്നു. അദ്ദേഹം പോയതിനു ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ജലപീരങ്കി പ്രയോഗത്തിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ കടന്നിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗം നടന്നുകൊണ്ടേയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ മുൻനിരയിൽ തന്നെയുണ്ട്. തുടർച്ചയായുള്ള ജലപീരങ്കിയാണ്. സാധാരണ ഒരു വാഹനം ആണെങ്കിൽ ഇത് രണ്ട് വാഹനത്തിൽ നിന്ന് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തള്ളിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന് നേരെ ഈ കൊടി കെട്ടിക്കൊണ്ടുവന്ന പൈപ്പും കമ്പും ഒക്കെ എറിയുന്ന കാഴ്ചകളും കണ്ടു. പോലീസിന് നേരെ ഒരു പ്രവർത്തകൻ കല്ലെറിയുന്ന കാഴ്ച ഇപ്പോൾ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധമാണ് ലോക് ഭവന് മുന്നിൽ നടക്കുന്നത്. സാധാരണ നമുക്കറിയാം SFIയുടെ അവകാശ പത്രിക സമർപ്പണ മാർച്ച് അത് സാധാരണ സെക്രട്ടേറിയറ്റിലൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് ലോക് ഭവനിലേക്ക് ആക്കിക്കൊണ്ട് തീരുമാനം എടുത്തത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് അതിന്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പോഴും പറഞ്ഞത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഒരു നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ബാരിക്കേഡിന് ഇപ്പുറത്ത് മാത്രമാണ് പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്നത്. രണ്ട് ബാരിക്കേഡുകളുണ്ട്. അത് ഒരു ഭാഗത്ത് ബാരിക്കേഡ് തള്ളി മാറ്റാൻ അല്ലെങ്കിൽ മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഒപ്പം തന്നെ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഈ കൊടി കെട്ടിക്കൊണ്ടുവന്ന പൈപ്പുകളൊക്കെ എറിയുന്നുണ്ട്. അത്തരം കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ ലോക് ഭവന് മുന്നിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെ പോയാൽ കൂടുതൽ സംഘർഷം ഉണ്ടാകും. ഏതായാലും നൂറുകണക്കിന് വരുന്ന പ്രവർത്തകരാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. അവകാശ പത്രികാ സമർപ്പണ മാർച്ചായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംസ്ഥാനത്തിന്റെ വിഭാഗങ്ങളിൽ നിന്നുള്ള SFI പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ ഈ മാർച്ചിലേക്ക് വിടരുത് എന്ന ഒരു ഓർഡർ പോലീസിന്റെ ഭാഗത്തു നിന്നും സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് SFI പറയുന്നത്. അത് ഈ മാർച്ചിനെ പേടിച്ചുകൊണ്ടാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ SFI ഉന്നയിക്കുന്നു. ഇപ്പോൾ ഏതായാലും കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല. ഈ ജലപീരങ്കി പ്രയോഗം തുടർച്ചയായി 2 തവണ പോലീസ് നടത്തി. പോലീസിന് നേരെ കല്ലേറും അതോടൊപ്പം തന്നെ ഈ കൊടി കെട്ടിക്കൊണ്ടുവന്ന പൈപ്പും കമ്പും ഒക്കെ എറിയുന്ന കാഴ്ചകളും കണ്ടു. 2 ജലപീരങ്കി വാഹനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ നിലവിലിട്ടിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പെൺകുട്ടികളെ അടക്കം അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് കാണുന്നത്. LIC ആസ്ഥാനത്തേക്കാണ് കൊച്ചിയിൽ SFI പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് അക്രമാസക്തമായി അവർക്ക് നേരെയും ലാത്തി വീശുകയും മറ്റും ചെയ്തു പോലീസ്. തുടർന്ന് പെൺകുട്ടികളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് ദൃശ്യങ്ങൾ. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനത്തുടനീളം SFI നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യമാണ്. പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങളിലാണ് പോലീസ് എന്ന് മനസ്സിലാവുന്നു. ടിയർ ഗ്യാസ് ഷെല്ലുകൾ എറിഞ്ഞുകൊണ്ട് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്.